ഇരിങ്ങാലക്കുട നഗരത്തിൽ നിന്നും 10 കിലോമീറ്റർ അകലെയാണ് കല്ലേറ്റുങ്കര എന്ന ഗ്രാമത്തിൽ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ആ കല്ലേറ്റുങ്കരയിലാണ് ആളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്ഥാനവുമുള്ളത്. എഴുതപ്പെടാത്ത ചരിത്രത്തിൽ കേരളത്തിലെ മധ്യ കേരളത്തിലെ ഏക ആദി ദ്രാവിഡ ഗോത്രത്തിൽ നിന്നുള്ള നാടുവാഴിയായിരുന്ന അയ്യൻ തിരുകണ്ഠൻ്റെ ആസ്ഥാനവും ഇവിടെയായിരുന്നു എന്ന ഐതിഹ്യങ്ങളും വാമൊഴികളും അടയാളപ്പെടുത്തുന്നു. അതിനേക്കാൾ പ്രാധാന്യത്തിൽ ലോക ഗണിതശാസ്ത്രത്തിന്, വിശ്വജ്യോതിശാസ്ത്രത്തിന് ഭാരതം സമ്മാനിച്ച അപൂർവ പ്രതിഭയായ സംഗമഗ്രാമ മാധവൻ ജനിച്ചതും ഈ ഗ്രാമത്തിലാണ്. സംഗമ ഗ്രാമത്തിൻ്റെ ആസ്ഥാനവും ഈ ഗ്രാമമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ആ കല്ലേറ്റുങ്കരയിലാണ് കെ കരുണാകരൻ മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് സ്ഥാപിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് ആളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്ഥാന കാര്യാലയമാണ്. ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തോടനുബന്ധിച്ച് സർക്കാർ ആയുർവേദ ആശുപത്രി, ഹോമിയോ ആശുപത്രി, കുടുംബശ്രീ ആസ്ഥാനം, കുടുംബശ്രീ ക്യാൻറ്റീൻ, ഗ്രാമശ്രീ അച്ചടിശാല, VEOയുടെ ഓഫീസ്, പഞ്ചായത്ത് ലൈബ്രറി, സാംസ്കാരിക നിലയം, അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ പഞ്ചായത്തിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്നു. തൊട്ടടുത്ത് കാണുന്നത് കല്ലേറ്റുങ്കര സബ് രജിസ്ട്രാർ ഓഫീസാണ്. ഇവിടെ നിന്നും ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിലേക്ക്, അതായത് കല്ലേറ്റുങ്കരയിലുള്ള ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ബസ് ഇറങ്ങിയാൽ നടന്നു പോകാം. നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ആളുകൾ നടന്നു പോകുന്ന വഴിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഇതേതോ ആക്രിച്ചന്തയല്ലേ എന്ന്. ഒരിക്കലുമല്ല, ഇത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി. വഴിയുടെ ഇരുവശത്തും ഇതുപോലെ ആക്രി കുന്നുകൂടി കിടക്കുന്നുണ്ട്. ദാ ഈ കാണുന്നതാണ് കല്ലേറ്റുങ്കര വില്ലേജ് ഓഫീസ്. പക്ഷേ ഇതൊന്നുമല്ല കാഴ്ച. ഞാൻ നേരത്തെ പറഞ്ഞ ആ മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഈ കാണുന്നത്. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പ്രത്യേക കവാടം നിർമ്മിക്കുന്നതിന് വേണ്ടി കരുണാകരൻ്റെ നിർദ്ദേശത്തിൽ ഏറ്റെടുത്ത സ്ഥലത്തിന് മുൻപിലാണ് ഈ ആക്രി കിടക്കുന്നത്. ഈ ബോർഡ് ഇരിക്കുന്നത് ആ കവാടം നിർമ്മിക്കേണ്ടിയിരുന്ന സ്ഥലത്താണ്. പക്ഷെ അന്നു മുതൽ ഇന്നു വരെ അവിടെ ഒരു കവാടം ഉയർന്നില്ല. കരുണാകരൻ്റെ മരണശേഷം ഇത് അദ്ദേഹത്തിൻ്റെ സ്മാരകമായി പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപന വേളയിലും ചിലരൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു, ഇവിടെ അതിഗംഭീരമായ ഒരു കവാടം നിർമ്മിക്കും, ആ കവാടത്തിൽ കരുണാകരൻ്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും എന്നൊക്കെ. ഈ കവാടം നിർമ്മാണത്തിന് തടസ്സമായി നിൽക്കുന്നത് ഒരു മരവും KSEBയുടെ ശകുനം മുടക്കിയായ ട്രാൻസ്ഫോമറുമാണ്. വിദ്യാർത്ഥികൾ ഇപ്പോഴും പോകുന്നത് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലൂടെയാണ്. നമ്മൾ കാണുന്ന ഈ ആക്രി മുഴുവൻ പോലീസുകാരുടെ വകയാണ്. നമ്മൾ അതിന് പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഒരു കേസുണ്ടായാൽ വരുന്ന ആളുകൾക്ക് നിൽക്കാനൊരു മുറ്റം പോലുമില്ലാത്ത പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർ പിന്നെ ഈ തൊണ്ടിമുതലുകളൊക്കെ എവിടെ കൊണ്ടുപോയിടും? അപ്പോൾ പൊതുവഴിയിലല്ലാതെ അവർക്കും മാർഗമൊന്നുമില്ല. അവരുടെ നിസ്സഹായാവസ്ഥ നമുക്ക് മനസ്സിലാകും. ഇരിങ്ങാലക്കുട റൂറൽ പോലീസിൻ്റെ ആസ്ഥാനമായ ഇരിങ്ങാലക്കുട പരിധിയിലാണ് ഈ പോലീസ് സ്റ്റേഷൻ. SP ആയിരുന്ന ശ്രീ കൃഷ്ണകുമാറുമായി ഞാൻ ഈ കാര്യം 2 വട്ടം ചർച്ച ചെയ്തു. 2 വട്ടവും അദ്ദേഹം അപ്പോൾ അതൊക്കെ നീക്കം ചെയ്യിപ്പിക്കും, പിന്നെ വീണ്ടും അവിടെ ആക്രി വർദ്ധിക്കും. എനിക്ക് മനസ്സിലായി, ഇത് അദ്ദേഹത്തിൻ്റെയോ അല്ലെങ്കിൽ ഇവിടുത്തെ SHOയുടെ ഒന്നും അധികാര പരിധിയിലോ അവരുടെ താല്പര്യത്തിലോ ഉള്ള കാര്യങ്ങളല്ല. അവർ നിവർത്തികേട് കൊണ്ട് ഇത് ചെയ്യുകയാണ്. പുതിയ ഭരണ സംവിധാനത്തിൽ ഈ ആക്രി ചന്ത ഇവിടെ നിന്ന് മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കല്ലേറ്റുങ്കരയിൽ പോലീസ് സ്റ്റേഷന് ഉചിതമായ ഒരു മന്ദിരം നിർമ്മിക്കും. ഇപ്പോൾ പോലീസുകാരുടെയും പ്രതികളുടെയും വാദികളുടെയും സാക്ഷികളുടെയും ഒക്കെ ഇടയിലൂടെ സ്വന്തം കോളേജിലേക്ക് പോകേണ്ടി വരുന്ന വിദ്യാർത്ഥികൾക്ക് മോഡൽ പോളിടെക്നിക് കോളേജിൻ്റെ പ്രൗഢിക്ക് ചേരുന്ന ഒരു കവാടം നിർമ്മിക്കപ്പെടും. അവിടെ ഈ നാടിൻ്റെ വികാരമായ കെ കരുണാകരൻ്റെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെടും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കഴിയുമെങ്കിൽ നമുക്കൊത്തൊരുമിച്ച് പ്രവർത്തിക്കാം.